ഫാമിലിയിൽ ലോഡ് ഫാമിലിയിൽ ലൈബ്രറീസ് ഫാമിലി മെക്കാനിക്കൽ MEP വാട്ടർ സൈഡ് കമ്പോണൻസ് കേട്ടോ. വാട്ടർ സൈഡ് നമ്മളിത് എടുത്തിട്ടുണ്ട് മുമ്പ്. അതിൽ എയർ സൈഡൊക്കെ എടുത്തിട്ടില്ലേ, ഇതിൽ വാട്ടർ സൈഡ് കമ്പോണൻസ്. വാട്ടർ സൈഡ് കമ്പോണൻസിൽ പമ്പ്സ് ഇത് ബേസ് മൗണ്ടഡ് പമ്പ് കേട്ടോ. ബേസ് മൗണ്ടഡ് പമ്പ് ഓപ്പൺ. വന്നിട്ട് ഇവിടെ ഇടാം. അത് ഇനി ഇതിലേക്കുള്ള കണക്ഷനാണ് പ്ലേസ് ബേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 3 പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത്, ഇതിൽ നിന്നാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ട് സ്പേസ് ബാർ ഇൻ ഔട്ട് കണക്ഷൻ ഇവിടേക്ക് വരുന്നില്ല. അത് നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇത് ഔട്ട് ഇവിടെ ഈ കണക്ഷൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് സെക്ഷൻ കട്ട് ചെയ്യണം. എന്താ സെക്ഷൻ കട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ലേ, വ്യൂവിൽ സെക്ഷൻ കട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പോർഷനല്ല. അപ്പം ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് പോകും. ഇത് മൊത്തത്തിലൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കണം, കാണുന്ന പോലെ മൊത്തത്തിലൊന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഇതും കൂടി പമ്പും കൂടി കിട്ടണം നമുക്ക്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മൊത്തം പെടണം. കണ്ടോ, ഇതും കണക്ഷനും മൊത്തം കണ്ടോ ഇങ്ങനെ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് ഇവിടെയാണ് വന്ന് നിൽക്കണേ, കണ്ടോ. അതൊന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. കുറച്ച് ഇങ്ങനെ മൂവ് വെച്ചിട്ടോ പ്ലേസ് ചെയ്ത് വെച്ചാൽ ഡ്രോ കഴിക്കില്ല.
കണക്ഷൻ ചെയ്യാം. ഇതിൽ 3D നോക്കാം. കണ്ടതുപോലെ വരും കണക്ഷൻ. ഇത് ഇപ്പോൾ ഈ ഒരു ഇതിൽ റിയലിസ്റ്റിക്കിൽ ഇടുമ്പോൾ നല്ല ഇതിലായിട്ട് കിട്ടും. ഫൈൻ റിയലിസ്റ്റിക് പറഞ്ഞില്ലേ, റിയലിസ്റ്റിക് ഫൈൻ പറഞ്ഞില്ലേ. ഓട്ടോമാറ്റിക്കലി ഇതാക്കണ്ട കണക്ഷൻസ് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഔട്ട് കണക്ഷൻ കണ്ടില്ലെങ്കിൽ സെക്ഷൻ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ അതിൽ എഴുതി വെച്ചാൽ മതി ഇൻ കണക്ഷൻ കണക്റ്റഡ് ടു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. വാട്ടർ ടാങ്ക് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഔട്ട് ഇതിലേക്കും ഇൻ കണക്ഷൻ കണക്റ്റഡ് ടു വാട്ടർ ടാങ്ക്. ലോഡ് ഫാമിലി സെയിം തന്നെ. ഇതിൽ ഫാമിലി പിന്നെ പൈപ്പ് നമ്മൾ മെക്കാനിക്കലല്ലേ എടുക്കാറ്. ഇത് പൈപ്പ് എടുത്താൽ മതി. ഫാമിലിയിൽ പോയിട്ട് മെക്കാനിക്കൽ വരെ പൈപ്പ്. അപ്പോൾ ഒന്ന് എഴുതി വെച്ച സിസ്റ്റത്തിൽ ഫാമിലി കഴിഞ്ഞിട്ട് പൈപ്പ് അതിൽ വാൽവ്സ് ബട്ടർഫ്ലൈ വാൽവ് ഇടാം. ബട്ടർഫ്ലൈ വാൽവ് ഇതെന്താണാവോ അറിയില്ല, വരുന്നില്ല അതിലേക്ക് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ പ്ലേസ് ചെയ്യേണ്ടതാവാം വാൽവ് ഇങ്ങനെ. അപ്പം നമുക്ക് ഈ കണക്ഷൻ ഇല്ലേ പമ്പ്, അതിൽ ഇവിടെ ആയിട്ടാണ് വാൽവ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു പ്ലേസിൽ വാൽവ് കണക്ട് ചെയ്യണം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ടിട്ട് വെറുതെ പ്ലേസ് ചെയ്ത് കൊണ്ട് വെച്ചാൽ മതി. അപ്പം ഇതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഇതുപോലെ വാൽവ് ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് സൈസ് കൂട്ടാനായിട്ട് എഡിറ്റ് ടൈപ്പിൽ ഞാൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് സെലക്ട് ചെയ്യണം, ഇത് ചേഞ്ച് ചെയ്താൽ മതി സൈസ് കൂട്ടാൻ. ഇതാ തിൻ ലൈൻസ് നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് വ്യൂവിൽ തിൻ ലൈൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ റിയലിസ്റ്റിക്കിൽ ഇടുമ്പോൾ ഫൈൻ ഉണ്ട്, അല്ലാതെ തന്നെ ഇതായിട്ട് തിൻ ലൈൻസ് വ്യൂവിൽ തിൻ ലൈൻസ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, വ്യൂവിൽ തന്നെ തിൻ ലൈൻസ്
കട്ടിയായിട്ട് കാണാനായിട്ട്. ഇനി ഇത് ഫയർ ക്യാബിനറ്റ്. നമ്മുടെ സൈഡിൽ കണ്ടിട്ടില്ലേ ഒരു ക്യാബിനറ്റ്, എന്നിട്ട് ഒരു ഹോസ് ബൈൻഡിങ് സംഭവം കണ്ടിട്ടില്ലേ, അതാണ് ഇനി പ്ലേസ് ചെയ്യാൻ പോണത് കേട്ടോ. മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഫയർ ക്യാബിനറ്റ്. അത് സിസ്റ്റത്തിൽ മെക്കാനിക്കൽ എക്യുപ്മെൻറ്റിൽ ലോഡ് ഫാമിലിയിൽ സെയിം തന്നെ ഫാമിലിയിൽ ഫയർ പ്രൊട്ടക്ഷൻ ഇവിടെ ഫാമിലി എടുത്തിട്ട് പൈപ്സ് എടുത്തില്ല നേരത്തെ, അതിവിടെ ഇത് ഫയർ പ്രൊട്ടക്ഷൻ. ഫാമിലിയിൽ ഫയർ പ്രൊട്ടക്ഷനിൽ ക്യാബിനറ്റ്സ് ഹോസ്രീൽ ക്യാബിനറ്റ് കേട്ടോ. സർഫസ് മൗണ്ടഡ് വേണം കേട്ടോ. ഇതാണ് വേണ്ട. ഹോസ്രീൽ ക്യാബിനറ്റ് സർഫസ് മൗണ്ടഡ് കേട്ടോ. ഹോസ്രീൽ ക്യാബിനറ്റ് സർഫസ് മൗണ്ടഡ്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ, ഇവിടുന്ന് പ്ലേസ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും സിസ്റ്റത്തിലെ ഡിവൈസിലെ ഫയർ അലാമിൻ്റെ എന്താ ഇവിടെ നമ്മുടെ സ്മോക്ക് മീറ്റർ ഇതെന്ന് വരുന്നുണ്ട് പ്ലെയിൻ കണ്ട്.
ഫിൽറ്റർ ലിസ്റ്റിൽ ഇവിടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പൈപ്പിൽ ടിക്ക് ഇടണം. എല്ലാം ടിക്കിടാം. എന്നിട്ട് ഇതിൽ ഓൾ ഉണ്ടല്ലോ, മോഡുലേറ്റേഴ്സ് ഓൾ, അത് ടിക്ക് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്യാം. ഇവിടെ ഇവിടെയും എല്ലാം ടിക്കാവണം കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പം ആവണില്ല കേട്ടോ. ഇവിടെ ഓൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെയും കൂടി ഒന്ന് ടിക്ക് ഇട്ടിട്ട് എല്ലാം ടിക്കാവണം കേട്ടോ. ഓൾ ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൊണ്ടു വെക്കുന്നത് ഇവിടെ പ്ലേസ് ആവും കേട്ടോ. ഇനി ഇതിലെ സിസ്റ്റത്തിൽ ഡിവൈസ് എടുക്കുക, ഫയർ അലാം എടുക്കുക, പ്ലേസ് ഓൺ ഫേസ് സ്മോക്ക് ഡിറ്റക്ടർ എടുക്കുക, പ്ലേസ് ഓൺ ഫേസ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അത് ആ ഓൾ സെലക്ഷൻ വരുന്നില്ല. അപ്പോൾ ഇതിലിവിടെ കാണും സ്മോക്ക് ഡിറ്റക്ടർ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതില്ലേ നമ്മുടെ സ്പ്രിങ്കിൾസാണിത്, സ്പ്രിങ്ക്ലേഴ്സ്, അതിൻ്റെ നടുവിലായിട്ടാണ് സ്മോക്ക് ഡിറ്റക്ടർ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊന്ന് വരച്ച് വെച്ചോ. ഇതാണ് സ്പ്രിങ്ക്ലേഴ്സ് കേട്ടോ. ഇങ്ങനെയാണ് അപ്പോൾ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് വരണം, ഫ്ലോർ പ്ലാനിലേക്ക് വരണം കേട്ടോ. വീണ്ടും ഇവിടെയാണ് നമ്മൾ സ്മോക്ക് ഡിറ്റക്ടർ പ്ലേസ് ചെയ്യേണ്ടത്. സീലിംഗ് ഇതിൽ ഫയറിൽ ഇതിൽ വരണം കേട്ടോ. എന്നിട്ട് ഇനി അടുത്തത് ഹോണാണ്. ഹോൺ ഫയറെല്ലാം ഹോണ് ഇതാ. ഇത് സെയിം തന്നെ കേട്ടോ. ഫയറെല്ലാം റൈറ്റ്, ഫയറെല്ലാം ഹോണ്. ഹോണ് ബോൾ മൗണ്ടഡ് വേണം കേട്ടോ. ബോൾ മൗണ്ടഡ് പല ടൈപ്പ് ഉണ്ട്. ഹോണ് സീലിംഗ് മൗണ്ടഡ് ഉണ്ട്, അതുപോലെ ബോൾ മൗണ്ടഡ് ഉണ്ട്. ബോൾ മൗണ്ടഡ് എടുക്കാത്ത സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. പ്ലേസ് ഓൺ ഫേസ് സെയിം പോലെ തന്നെ VG കാണുന്നില്ലെങ്കിൽ VG ഓൾറെഡി കിട്ടിയിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ആ സെയിം റൂമിൽ തന്നെയാണ് സ്മോക്ക് ഡിറ്റക്ടർ പ്ലേസ് ചെയ്തില്ലേ, ആ സെയിം ഇതിൽ തന്നെ ഹോൺ. ബോൾ മൗണ്ടഡ് ഫയറെല്ലാം ബോൾ മൗണ്ടഡ് അല്ലേ. ബോൾ മൗണ്ടഡ് ഇതാ വന്നിട്ടുണ്ട് കണ്ടോ.
ഹോൺ വരുന്നുണ്ടോ അതാ ഇങ്ങനെയൊക്കെ പ്ലേസ് ഓൺ ഫേസ് ഇതേപോലെ വന്നിട്ടേ നെക്സ്റ്റ് റൂമിൽ ഇപ്പോൾ ഈ വരുന്ന റൂമിൽ ഹോൺ വെച്ചില്ലേ ഈ ഇതിൽ ഇവിടെ വെക്കാം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ഇതുകൾ കൊണ്ട് വെക്കാം. പിന്നെ അടുത്തത് നമ്മൾ വെക്കാൻ പോകേണ്ട കൺട്രോൾ പാനൽ കേട്ടോ. അപ്പോൾ ഫയർ അലാമിൽ തന്നെ കൺട്രോൾ പാനലിൻ്റെ എടുക്കുക. കൺട്രോൾ പാനൽ ഇതാണ് കേട്ടോ ഫയർ അലാം കൺട്രോൾ പാനൽ. ഫയർ അലാം കൺട്രോൾ പാനൽ വന്നിട്ടുണ്ടോ കൺട്രോൾ പാനൽ പ്ലേസ് ഓൺ ഫേസ് കൊടുക്കുക. ഇതുപോലെ ഹോണിൻ്റെ സൈഡിലായിട്ട് പ്ലേസ് ചെയ്യാൻ മതി കേട്ടോ. കൺട്രോൾ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പാനൽസ് വരുന്നില്ല. പാനൽ കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാനലാക്കുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതാക്കേണ്ട ക്രിയേറ്റ് പാനൽ ഷെഡ്യൂൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പാനൽ ഷെഡ്യൂൾസ് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിലിപ്പോൾ 20 പാനൽസ് ഉണ്ട്. അതിൻ്റെ ഇതിലിപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഡാറ്റ പാനൽ വരുന്നുണ്ട്. ഡാറ്റ പാനൽ അപ്പം അതിൽ നിന്നാണ് ഇനി കണക്ഷൻസ് വരുന്നത് ഓരോ ഇതിനുള്ളത് കേട്ടോ. ഈ ഒരു ഇത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് പാനൽ ഷെഡ്യൂൾ ഉണ്ട്. അല്ലാതെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അനലൈസ്ഡ്. അപ്പോൾ ഈ കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യാം. സെലക്ട് കൺട്രോൾ പാനലിൽ എഴുതിയാൽ മതി. സെലക്ട് കൺട്രോൾ പാനൽ അവിടെ അനലൈസ്ഡ് പാനൽ ഷെഡ്യൂൾസ് ഉണ്ടാകും. പാനൽ ഷെഡ്യൂൾ ക്രിയേറ്റ് പാനൽ ഷെഡ്യൂൾ ഇതാ കണ്ടോ. 3 ഫേസ് 4 വയർ ബൈ കണക്ഷൻ. അങ്ങനെ നമുക്ക് പാനൽ ഷെഡ്യൂൾസ് ക്രിയേറ്റഡ് യൂസിങ് ദ ഡിഫോൾട്ട് ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് പറ്റും കേട്ടോ.
സെലക്ട് ചെയ്യാം. അപ്പോഴാണ് ഇവിടെ ഫയർ അലാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരും. കൺട്രോള് ഞെക്കി പിടിച്ചിട്ട് സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യാം. എന്താ അപ്പോൾ ഫയർ അലാം പറഞ്ഞു. നേരത്തെ കണ്ടില്ലേ ഇപ്പോൾ വന്നത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അപ്പോൾ നേരത്തെ കൊടുത്ത കാരണമായിരിക്കും ഫയറെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ ഫയറെല്ലാം പിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കണക്ഷൻ വന്നതുകൊണ്ടല്ലേ അങ്ങനെ ഒരു കണക്ഷൻ വരും കേട്ടോ. അത് ഓൾറെഡി കണക്ട് ആവും പാനലിലേക്കും കണക്ട് ആവും. കണ്ടോ, ഇതാ ഇപ്പോൾ വന്ന് ഫയർ എല്ലാം കണ്ടോ. സ്പീക്കർ കൺട്രോൾ രണ്ടും സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫയർ എല്ലാം വന്നു കേട്ടോ. ഫയർ എല്ലാം പിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ കണക്ഷൻ വന്നത് കണ്ടോ കേട്ടോ. എന്നിട്ട് ആ കണക്ഷൻ നമുക്കിപ്പോൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നോക്കാം. അപ്പോൾ ആ ആർക്ക് വയർ ഏത് എങ്ങനെയാണോ വരേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ രണ്ട് വയറുണ്ട്, ആർക്ക് വയർ, ചാംഫേർഡ് വയർ. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യാം, ആർക്ക് വയർ സെലക്ട് ചെയ്യാം. അപ്പോൾ സ്പ്ലൈൻ പോലെ ആർക്ക് ആ ഒരു ഇതിൽ സ്പ്ലൈൻ ആ ഒരു മെത്തേഡിൽ. ചാംഫർ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക, അങ്ങനെ കണക്ഷൻ വരും ഉണ്ടാകുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി. ആർക്ക് വയർ അല്ലെങ്കിൽ ചാംഫേർഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ഷൻസ് വരും. അതിന് നമ്മളിപ്പോൾ ഫയർസിൽ ഇതിൽ ഫയർ കൊടുത്തിട്ടില്ല. അതിലേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യണം വേറെ ഒരെണ്ണം. ഫയറും ഇതുപോലെ തന്നെ നമുക്ക് ഓഫ് ചെയ്തിടാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതിപ്പോൾ VG ഫയർ സെലക്ട് ചെയ്യാനായിട്ട് VGയിൽ ഫിൽറ്റേഴ്സിൽ വന്നിട്ട് എഡിറ്റ് ന്യൂ കൊടുക്കാം. എഡിറ്റ് ന്യൂ അതിലിതാ ഇവിടെ ന്യൂ ഇല്ലേ, ഇവിടെ ഈ ഒരു ഇത് വരച്ച് വെച്ചോട്ടെ. ന്യൂ ആ ഒരു ഇത് എടുക്കാൻ ഇത് ഇതിന് നമ്മൾ ഫയറിന് കൊടുക്കാം. ഫയർ ഇത് ഓക്കെ കൊടുക്കാം. ഓക്കെ അപ്ലൈ. ഇവിടെ ഫയർ വരും കേട്ടോ. ഫയർ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ഫയർ വരും. ഫയർ കൊടുക്കുമ്പോഴേ ഫയർ എന്നിട്ട് അപ്ലൈ കൊടുക്കും.
ലിസ്റ്റിൽ നമ്മൾ കുറച്ച് ഇതുകൾ സെലക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ പൈപ്പിംഗ് ഒക്കെ അല്ലേ ഫയറിൽ വരുന്നത്. അപ്പോൾ ഫയർ സെലക്ട് ചെയ്തിട്ട് ഇതിൽ പൈപ്പ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഫിൽറ്റർ ലിസ്റ്റിൽ ഇതൊക്കെ സ്പ്രിംഗ്ലർ ഒക്കെ ഇതൊക്കെ നമുക്ക് ഇതിൽ ടിക്ക് ഇടാനുള്ളതാണ്. പ്ലംബിംഗ് ഫിക്സ്റ്റേഴ്സ്, പൈപ്പിംഗ് സിസ്റ്റം, പൈപ്പ് ഫിറ്റിംഗ്സ്, പൈപ്പ് ആക്സസറീസ്, സ്പ്രിംഗ്ലേഴ്സ്, പൈപ്പ്സ്, പൈപ്പ് പ്ലേസ് ഹോൾഡേഴ്സ്, പൈപ്പ് ഇൻസുലേഷൻസ്. ഫിൽറ്റർ റൂട്ട്സിലുള്ള സിസ്റ്റം ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് കിടക്കുന്നുണ്ടാകും. സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഈക്വൽസ് ഫയർ പ്രൊട്ടക്ഷൻ വെറ്റ് കേട്ടോ. ഫയർ പ്രൊട്ടക്ഷൻ വെറ്റ് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. ആഡ് ഫയർ. അവിടെ ഫയർ കണ്ടോ, നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ ആഡ് ചെയ്യുക. ആഡ് ഫയർ. ആക്കി കൊടുക്കാം. എന്നിട്ട് ആ കണ്ടോ അത് വന്നു കണ്ടോ എന്താ. ഓക്കെ, അപ്പോൾ ആ ഇത് കൊടുക്കണം. ഇത് കൊടുക്കണം എന്ന് വെച്ചാൽ ഫിൽറ്റർ റൂൾസ് ഇല്ലേ, അത് കൊടുക്കണം. ഫിൽറ്റർ ലിസ്റ്റ് കൊടുക്കണം. ഇത് ഇതുപോലെ തന്നെ സെയിം അൺടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഫയറിൻ്റെ അത് പോകും. സെയിം മെക്കാനിക്കൽ ആ BG-യിൽ പോയില്ലേ, അതുപോലെ തന്നെ ഫയറും നമുക്കിത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ അടുത്തത് പ്ലംബിങ് അങ്ങനെ വരും.